മക്കളെ NCERT ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 10.6 ആണ്. ബോയിലിംഗ് പോയിന്റിന്റെ ഡിക്രീസിംഗ് ഓർ ഇൻക്രീസിംഗ് ഓർഡർ എഴുതാൻ പറഞ്ഞു. അറേഞ്ച് ദ ഈച്ച് സെറ്റ് ഓഫ് ദ കോമ്പൗണ്ട് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ആദ്യം ഓരോ കോമ്പൗണ്ട് ചെയ്ത ബ്രോമോമീഥെയിൻ. എന്താണ് ഈ ബ്രോമോമീഥെയിൻ? CH3Br. അയ്യോ, റെഡ് വേണ്ട, നമുക്ക് വൈറ്റ് എടുക്കാം. CH3Br ഇതാണ് ബ്രോമോമീഥെയിൻ, ഒന്നാമത്തെ കോമ്പൗണ്ട്. രണ്ടാമത്തെ കോമ്പൗണ്ട് ബ്രോമോഫോം ആണ്. ബ്രോമോഫോം വെച്ചാൽ CHBr3 ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്രോമോഫോം. മൂന്നാമത്തത് ക്ലോറോമീഥെയിൻ, CH3Cl ക്ലോറോമീഥെയിൻ. നെക്സ്റ്റ് ഡൈബ്രോമോമീഥെയിൻ, CHBr2 ഡൈബ്രോമോമീഥെയിൻ. 4 കോമ്പൗണ്ട് തന്നിട്ട് അവരുടെ ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിംഗ് ഓർഡർ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും കൂടിയ ബോയിലിംഗ് പോയിന്റ് ആര് കാണിച്ചാൽ ഏറ്റവും കൂടിയ മോളാർ മാസ് ആർക്കാണുള്ള അയാൾക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുക. ഹയർ ദ മോളാർ മാസ് ഹയർ ദ ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പൊ മോളാർ മാസ് ഇയാൾക്ക് തന്നെയാണ് കൂടുതൽ. കാരണം എന്താ? 3 ബ്രോമിൻ ഉണ്ട്. എന്ത് കാരണം? അല്ലെ, 3 ബ്രോമിൻ ഉള്ളവർക്ക് മോളാർ മാസ് കൂടുതലായിക്കില്ലേ? അപ്പം CHBr3 ആണ് ഏറ്റവും കൂടിയ ബോയിലിംഗ് പോയിന്റ് ആർക്കാ? CHBr3. ക്ലിയർ അല്ലേ? യെസ്. പിന്നെ ആര് കഴിക്കും? CHBr2. ബ്രോമിൻ ആണ്. ക്ലോറിനേക്കാൾ കൂടുതൽ മോളാർ മാസ് ആർക്കാ? ബ്രോമിൻ ആണ്. CHBr2. പിന്നെ ആർക്കാ? CH3Br. റെഡി അല്ലേ? ഏറ്റവും കുറഞ്ഞ ബോയിലിംഗ് പോയിന്റ് ആർക്കാ? CH3Cl. യെസ്. അപ്പൊ ഹയർ ദ മോളാർ മാസ് ഇത്ര ആലോചിച്ചാൽ മതി. ഹയർ ദ മോളാർ മാസ് ഹയർ ദ ബോയിലിംഗ് പോയിന്റ്. ബ്രോമിൻ ഏറ്റവും കൂടുതൽ എവിടെയാണുള്ളത് അയാൾക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. പിന്നെ ബ്രോമിൻ എണ്ണം കുറവ് ഇവിടെയാണ് ഇയാൾക്ക്. പിന്നെ ബ്രോമിൻ എണ്ണം കുറവ് ഇവിടെയാണ് ഇവിടെ. പിന്നെ ലാസ്റ്റ് വരാൻ ക്ലോറിൻ ലാസ്റ്റ് വരാൻ കാരണം എന്താ? ക്ലോറിന് മോളാർ മാസ് കുറവാ. റെഡി അല്ലേ?